ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ എൻ്റെ ഒരു ഡെയിലി ക്ലീനിങ് റുട്ടീനായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ദിവസത്തിൻ്റെ ഏതൊരു ടൈമിൽ ഇത് ചെയ്യാം. ഞാൻ സാധാരണ രാവിലെയാണ് ഈ ഒരു ക്ലീനിങ് റുട്ടീൻ ഫോളോ ചെയ്യാറുള്ളത്. അപ്പോൾ രാവിലെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു 8:30 ആകുമ്പോഴേക്കും പണികൾ കഴിയും. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ പണികൾ ചെയ്യുന്നതിനൊപ്പം തന്നെ പാത്രങ്ങളെല്ലാം പരമാവധി കഴുകി വയ്ക്കാറുണ്ട്. ഇനി പണികൾ കഴിഞ്ഞിട്ട് ബാലൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ ആദ്യം കഴുകിയൊക്കെ വെച്ച് സെറ്റാക്കി വെക്കും. അപ്പോൾ ഈ ഒരു പണി നമ്മൾ ഭക്ഷണം വെക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ചെയ്യുന്നതുകൊണ്ട് ഒരു ക്ലീനിങ് പ്രത്യേകിച്ച് രാവിലെ പിന്നെ കുറേ പണി എനിക്ക് കിച്ചണിൽ വേണ്ടി വരാറില്ല. അത് കഴിഞ്ഞാൽ ഞാനൊരു ലോഡ് തുണി വാഷ് ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ വാഷിംഗ് മെഷീനിൽ അത് ഒരു 45 മിനിറ്റോളം സമയമാണ് എടുക്കുക. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് ഞാൻ വീട് മൊത്തത്തിലൊന്ന് നമുക്ക് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോസ് ഒരുപാട് നാളായിട്ട് കാണുന്നവർക്ക് അറിയായിരിക്കും ഞാൻ ഫോളോ ചെയ്യുന്ന സ്റ്റെപ്സ്. നമ്മളിപ്പോൾ ഒരു 6 വർഷത്തോളമായി വീഡിയോ ചെയ്യുന്നു. അപ്പോൾ അതിൽ ഞാൻ ആദ്യം ചെയ്യാന്ന് വെച്ചാൽ ഓരോ റൂമും പോയിട്ട് ആദ്യം ഓർഗനൈസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാൻ ക്ലീനിങ് ചെയ്യാറ്. അപ്പോൾ ഓരോ ഐറ്റംസും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ യഥാസ്ഥാനത്ത് വെക്കും. പ്രത്യേകിച്ച് മക്കൾ ക്ലാസ്സിൽ പോകുന്ന സമയത്ത് കൊച്ചുകുട്ടികളൊക്കെ ആണെങ്കിൽ നല്ല തിരക്കായിരിക്കും. ആ സമയത്ത് എല്ലാം എടുക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചു വാരിയിടുമ്പോൾ പിന്നെ അത് ഒതുക്കാനായിട്ട് ആ സമയത്തൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സമയം ആദ്യം ഒതുക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. എനിക്കെപ്പോഴും തോന്നാറുണ്ട്, വീട് ഒതുങ്ങിക്കിടന്നാൽ പകുതി വൃത്തിയായൊരു ഫീലാണ്. ചിലപ്പോൾ നമ്മൾ ഒതുക്കിയൊക്കെ ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ വീട്ടിൽ എന്തെങ്കിലും തിരക്കോ കാര്യങ്ങളോ വരിക, അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും പുറത്തോട്ട് പോകേണ്ട ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ പോലും വീട് ഒതുങ്ങിക്കിടത്തുക പകുതി വൃത്തിയാവും. സപ്പോസ് നമുക്കത് അടിച്ച് വരാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ലെങ്കിലും എനിക്ക് അത്ര വിഷമം തോന്നാറില്ല. ഒതുങ്ങി കിടന്നിട്ടില്ലെങ്കിലാണ് എനിക്ക് എപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറുള്ളത്. കാരണം എന്താ വെച്ചാൽ വീട് ഒതുങ്ങി കിടക്കുന്നില്ലെങ്കിൽ നമ്മുടെ മറ്റ് പല കാര്യങ്ങളുടെ ടൈം ഒരുപാട് ആ സമയത്ത് വേസ്റ്റ് ആവും. അപ്പോൾ പലപ്പോഴും എനിക്ക് എന്നെ സംബന്ധിച്ച് വീട് ഇപ്പോൾ ഒന്ന് അടിച്ച് വാരിയിടുക, തുടച്ചിടുക, അത് ഞാൻ ഒന്ന് മനസ്സ് വെച്ച ഒരു ദിവസം എടുത്താൽ എനിക്കത് മൊത്തത്തിൽ അങ്ങോട്ട് ചെയ്യാം. പക്ഷേ ഒതുക്കി വെക്കൽ അപ് ടു ഡേറ്റ് ആയിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ വീണ്ടും ഒതുക്കി പഴയ പോലെ ആക്കിയെടുക്കാന്ന് വെച്ചാൽ അത് നല്ല ക്ഷമ വേണ്ട ഒരു കാര്യം തന്നെ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒതുക്കൽ അല്ലെങ്കിൽ ഓർഗനൈസിങ്ങിന് ഭയങ്കര ഇമ്പോർട്ടൻസ് എൻ്റെ മനസ്സിൽ എനിക്കുള്ളത്. അപ്പോൾ എന്തായാലും എനിക്ക് അന്നത്തെ ദിവസം എന്താണെന്ന് അറിയില്ല, നന്നായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു കേട്ടോ രാവിലെ. ഞാൻ രാവിലെ നേരത്തെ എഴുന്നേറ്റ് പതിവ് പോലെ എല്ലാ പണികളും ചെയ്തു. എന്നും ചെയ്യുന്ന കാര്യമാണ്. എന്നാലും ചില ദിവസങ്ങളിൽ ഈ നേരം ആകുമ്പോഴേക്കും എനിക്കിങ്ങനെ ഉറക്കം വരുന്നൊരു ഫീൽ വരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചു അത് വേണ്ട, നമ്മുടെ പണികൾ ഇന്ന് കറക്റ്റായിട്ട് തന്നെ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ വീണ്ടും നമ്മുടെ പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഡ്രസ്സിങ് ഏരിയയിലും കൂടി വന്ന് അവിടെ ഇരിക്കുന്ന ഐറ്റംസൊക്കെ ഒന്ന് സെറ്റ് ചെയ്തൊക്കെ വെക്കുകയാണ്. ഞാൻ ഇന്നും ഒരേ ഓർഡറിൽ തന്നെയാണ് ക്ലീനിങ് ചെയ്യാറ്. അതായത് ആദ്യം സിറ്റ് ഔട്ടിൽ പോവും, പിന്നെ ലിവിങ് ഏരിയ, ഡൈനിങ് ഏരിയ, അതുപോലെ റൂമുകളിൽ അങ്ങനെ. അപ്പോൾ നിങ്ങളെപ്പോഴും അങ്ങനെ തന്നെ ചെയ്യുക, ഇന്നും ഒരു ഓർഡറിൽ ചെയ്യുക. അപ്പോൾ നമുക്ക് അതൊരു ഹാബിറ്റായിട്ട് മാറും. അല്ലാതെ കുറേ അവിടെ ചെയ്തു കുറേ ഇവിടെ ചെയ്തു പിന്നെ അധികം ഓവറായിട്ട് ചെയ്യാണ്ടിരിക്കുക. ഓക്കെ, ഡെയിലി നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് ചെയ്താൽ മതി. അപ്പോൾ എല്ലാ ഐറ്റംസും അതാത് സ്ഥാനത്തോട്ട് വെക്കൽ മാത്രം നമ്മൾ ചെയ്യണം. അല്ലാതെ എല്ലാ അലമാരിയും വലിച്ച് തുറന്ന് അതിലെല്ലാ ഐറ്റംസും ഒതുക്കാനും വല്ലാണ്ട് ഒതുക്കാനും നിന്ന് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഒരു ദിവസം കൊണ്ട് നമ്മൾ ഈ പണികളൊക്കെ അവസാനിപ്പിക്കും. അപ്പോൾ ഡെയിലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഡെയിലി ചെയ്യുമ്പോൾ കുറച്ചായിട്ട് ഡെയിലി ചെയ്യുക. അപ്പോൾ എല്ലാ ദിവസവും ചെയ്ത് കഴിയുമ്പോൾ അത്യാവശ്യത്തിന് നമ്മൾ പണികൾ ചെയ്യുകയും ചെയ്തു, എന്നാൽ ഒന്നും ചെയ്യാതിരിക്കുന്നുമില്ല. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ എൻ്റെ വീട്ടിൽ ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഞാൻ മക്കളുടെ റൂമിലേക്ക് വന്നത്. അവിടെ ആയിരിക്കും എന്തെങ്കിലും ഒന്ന് പ്രോപ്പറായിട്ടൊക്കെ ചിലപ്പോൾ വയ്ക്കാനുണ്ടാവുക. ബാക്കി റൂമിലൊന്നും എനിക്ക് അത്ര ബുദ്ധിമുട്ട് ഇപ്പോൾ തോന്നാറില്ല. അപ്പോൾ അവരെടുക്കുന്ന കുഞ്ഞു ഐറ്റംസൊക്കെ ചിലപ്പോൾ അവർ ഒതുക്കി വെച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഞാൻ അതാത് സ്ഥാനത്തോട്ട് വെച്ചു. കുറേയൊക്കെ അവർ ഒതുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ഒതുക്കലും കാര്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞു. ഇനി ഞാൻ അടിച്ച് വരാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചൂലാണ് ഞാൻ കുറേ വർഷമായിട്ട് ഉപയോഗിക്കുന്നത്. ചിലവരോട് ചോദിക്കാറുണ്ട് ഇത് എവിടെ നിന്ന് വാങ്ങിയെന്ന്. സാധാരണ സൂപ്പർ മാർക്കറ്റുകളിൽ ഇങ്ങനത്തെ ചൂല് വാങ്ങാനായിട്ട് കിട്ടും. പിന്നെ ഇത് വാങ്ങി കഴിഞ്ഞൊന്ന് അടിച്ച് വാരിയതുകൊണ്ട് പഠിക്കാൻ ചിലവർക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും, നോർമൽ പുല്ലുചൂലൊക്കെ ഉപയോഗിച്ചവർക്ക്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഉപയോഗിച്ച് പഠിച്ചു കഴിഞ്ഞത് ഭയങ്കര എനിക്ക് നല്ല ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് മാത്രമല്ല ഇത് പൊടി നന്നായിട്ട് അടിച്ചെടുക്കാൻ പറ്റും. പിന്നെ മുടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് ഈ ഒരു ബ്രഷുമ്പോൾ പിടിക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ പെൺകുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ എന്താ പറയുക, സ്വാഭാവികമായിട്ട് മുടിയൊക്കെ താഴെ നമുക്ക് അടിച്ച് വാരുമ്പോൾ ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ബ്രഷാണെങ്കിൽ എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. മാത്രമല്ല ബാക്ക് പെയിനൊക്കെ ഉള്ളവർക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇത് വെച്ചിട്ട് അടിച്ച് വാരി എടുക്കാം. അതുപോലെ തന്നെ പ്രായമായവർക്കും ഇങ്ങനത്തെ ബ്രഷ് വാങ്ങുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അടിച്ച് വാരി എടുക്കാനൊക്കെ കുറച്ചും കൂടി ഈസിൻ്റെ ആയിരിക്കും. ചിലപ്പോൾ അവർക്ക് ആർക്കും ഹെൽപ്പ് ചെയ്യാനില്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ബ്രൂം വാങ്ങുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഡസ്റ്റ് പാൻ ഉണ്ടല്ലോ, ആ ഡസ്റ്റ് പാനും നീളനെ ഉള്ളത്, അതേപോലെ അതായത് താഴത്തേക്ക് കുമ്പിട്ട് ഇരുന്നിട്ട് ചെയ്യാണ്ടാത്ത മോഡൽ ഡസ്റ്റ് പാൻ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചില കടകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി ഓൺലൈനിൽ ഉള്ള ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങണമെങ്കിൽ. ഇത് ഞാൻ അടുത്തുള്ള കടയിൽ നിന്നാണ് വാങ്ങിയത്. ഇങ്ങനത്തെ കണ്ടില്ല ഡസ്റ്റ് പാൻ. ഇത് നമുക്ക് നല്ല ഈസി ആയിട്ട് അടിച്ച് വാരി എടുക്കാൻ പറ്റും. അതായത് നമ്മുടെ ജോലി ഈസിയാക്കും, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഡെയിലി നമ്മൾ ചെയ്യാൻ നമുക്ക് മടിയും തോന്നില്ല. ഒരു ജോലി ബുദ്ധിമുട്ടായി കഴിയുമ്പോൾ നമുക്കത് ചെയ്യാനേ തോന്നില്ല. പക്ഷേ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള വഴികൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ വേഗം നമുക്ക് ആ കാര്യം ചെയ്യാൻ പറ്റും. സമയം സേവ് ചെയ്യാം, നമുക്ക് ഒരുപാട് വേറെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും.
അങ്ങനെ നമ്മൾ ലിവിങ് ഏരിയ വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ഡൈനിങ് ഏരിയയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഡൈനിങ് ഏരിയയിൽ ചെയറെല്ലാം തന്നെ ഞാൻ നേരത്തെ കൂട്ടി മാറ്റിയൊക്കെ ഇട്ടിരുന്നു. അപ്പോൾ നമുക്ക് റൂമിൽ സ്പേസ് കുറവാകുമ്പോഴും പിന്നെ ഐറ്റംസൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കിയിട്ട് വേണം അടിക്കാനും തുടയ്ക്കാനും ഒക്കെ. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് മുഴുവനായിട്ടും ചെയ്യുന്നതെല്ലാം നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അതിലേറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു ഡൈനിങ് ഏരിയയിൽ മൊത്തത്തിൽ അടിച്ചു വാരി എടുത്തു. പിന്നെ ഞാൻ റൂമുകൾ അടിച്ചു വാരി എടുക്കുകയാണ്. എൻ്റെ റൂമിൽ ഒരു ഡ്രസ്സിങ് ഏരിയയും കൂടിയിട്ടുണ്ട് ചെറുത്. അപ്പോൾ അതും ആദ്യം അടിച്ചെടുക്കുകയാണ്. നമ്മുടെ റൂമിനോട് ചേർന്നിട്ട് ഡ്രസ്സിങ് ഏരിയ നമ്മൾ പണിയുന്ന സമയത്ത് ചെയ്യുകയാണെങ്കിൽ അത് നല്ല യൂസ്ഫുൾ ആയിട്ട്. അപ്പോൾ പുതിയ വീടുകൾ ഒരുപാട് കാണുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ വീട് റിനോവേറ്റ് ചെയ്ത സമയത്ത് തന്നെ നമ്മൾ ഡ്രസ്സിങ് റൂം ചേട്ടൻ ഇങ്ങനെ ചെയ്യിപ്പിച്ചിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ അത് ഭയങ്കര ഉപകാരമായി. ഇപ്പോൾ പുതിയ വീടുകളിലൊക്കെ ഞാൻ ഡ്രസ്സിങ് റൂം ഇങ്ങനെ കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരുപാട് നാൾ മുൻപേ ഇങ്ങനെ ഒരു റൂം ചെറുതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിനി റൂമിലും കൂടി ഫുള്ളായിട്ടും അടിച്ചു വാരി എടുക്കുകയാണ്. എല്ലാ ഐറ്റംസ് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ടുള്ള അടിച്ചു വാരി തുടക്കൽ നമ്മളിങ്ങനെ ഡെയിലി ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് ചെയ്യാൻ പറ്റാറില്ല. ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോഴാണ് എല്ലാം എടുത്ത് മാറ്റിയൊക്കെ ചെയ്യാറുള്ളത്. കാരണം അങ്ങനെ ചെയ്യാൻ തുടങ്ങിയ പണി തീരില്ല, കുറേ സമയം എടുക്കും. അപ്പോൾ അത്രയും സമയം ഡെയിലി സ്പെൻഡ് ചെയ്യാൻ എനിക്കില്ല. അതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ വീട്ടിൽ വേറെ ആളെയും നമ്മൾ വെച്ചിട്ട് ചെയ്യുന്നതൊന്നല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഡെയിലി ചെയ്യുമ്പോൾ എനിക്ക് കംഫർട്ടബിളായ പോലെ ഞാൻ ചെയ്യാറുള്ളൂ. അപ്പോൾ അത്യാവശ്യം എടുത്ത് മാറ്റേണ്ട ഐറ്റംസൊക്കെ എടുത്ത് മാറ്റി അടിച്ചു വാരിയൊക്കെയിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത്. നമ്മുടെ മക്കൾ വലുതാവും തോറും അവരുപയോഗിക്കുന്ന ഐറ്റംസും കാര്യങ്ങളും അവരുടെ റൂമിലും ഒക്കെ മാറ്റങ്ങൾ വരുമല്ലേ. അപ്പോൾ ഇവർ മക്കൾ ചെറുതായിരുന്ന സമയത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, കുഞ്ഞൊരു ടേബിളാണ് ഇവർ രണ്ടുപേരും യൂസ് ചെയ്തിരുന്നത് പഠിക്കാൻ. പക്ഷെ അവർ വലുതായപ്പോൾ 2 വലിയ മേശ റൂമിൽ കൊണ്ടിടേണ്ടി വന്നു. മാത്രമല്ല അലമാരയും അവിടെ ഇത് കൊണ്ടിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ അവർ വലുതായപ്പോൾ അവരുടെ ഡ്രസ്സുകളും എല്ലാം വലുപ്പം കൂടുമ്പോൾ അതിൻ്റേതായ രീതിയിൽ അവർക്ക് ഐറ്റംസും കാര്യങ്ങളൊക്കെ വെക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ റൂമിൽ ഉള്ള സ്പേസിൽ നമുക്ക് പറ്റുന്ന പോലെയാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പണ്ടത്തെ ഇവരുടെ റൂം എടുത്ത് നോക്കൂട്ടോ. നമ്മുടെ വീഡിയോസ്, പഴയ വീഡിയോസ് 6 വർഷം മുമ്പത്തൊക്കെ വീഡിയോയിൽ എടുത്ത് നോക്കുമ്പോൾ ഞാൻ വിചാരിക്കും അയ്യോടെ എന്ത് കുഞ്ഞ് ടേബിളും ചെയറൊക്കെ അവർ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ എന്തോരം മാറ്റമായി അവരുടെ റൂമിൽ നിന്ന്. അങ്ങനെ എല്ലാ റൂമുകളും നമ്മൾ അടിച്ചു വാരി കഴിഞ്ഞു. വീട് ഒതുക്കാനും അടിച്ചു വാരിയിടാനും ഏകദേശം ഒരു അരമണിക്കൂർ സമയമാണ് എനിക്ക് വേണ്ടി വരാറ്. ഓരോരുത്തരുടെ വീടിൻ്റെ വലിപ്പം അനുസരിച്ച് അത് മാറ്റം ഉണ്ടാവും കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ 2 നില വീടൊക്കെ ആണെങ്കിൽ 2 ദിവസം സ്പ്ലിറ്റ് ചെയ്തിട്ട് വേണം ചിലപ്പോൾ ക്ലീനിങ് ചെയ്യാൻ. ചിലപ്പോൾ ഫുള്ളായിട്ട് നിങ്ങൾ ചെയ്യുന്നവരുണ്ടാവും. ഞാനിപ്പോൾ എൻ്റെ ഒരു റുട്ടീനാണ് പറയണത്. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞിട്ട് ഞാൻ തുടയ്ക്കാനായിട്ട് പോവാണ്. അപ്പോൾ തുടയ്ക്കൽ ഞാൻ ഡെയിലി ചെയ്യാറില്ല. ആഴ്ചയിൽ 2 ദിവസമൊക്കെ ചിലപ്പോൾ എനിക്ക് തുടയ്ക്കാൻ പറ്റാറുള്ളൂ. ചിലപ്പോൾ പണ്ടൊക്കെ മക്കൾ കുഞ്ഞായിരുന്നപ്പോൾ ഞാൻ ഡെയിലിയൊക്കെ വെച്ച് തുടച്ചിരുന്നു കേട്ടോ. കാരണം അവർ തറയിലൊക്കെ ഇങ്ങനെ ഓടി നടക്കലൊക്കെ ആയിരുന്ന സമയത്ത്. പക്ഷേ അന്ന് ഞാൻ വീഡിയോ ഒന്നും ഇതുപോലെ ചെയ്തിരുന്നുമില്ല. ഇപ്പോൾ അവർ വലുതാവും ചെയ്ത് മാത്രമല്ല വീഡിയോ ചെയ്യലും എല്ലാം കൂടി ആകുമ്പോൾ എനിക്ക് എല്ലാ പണിയും എല്ലാ ദിവസവും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വീഡിയോ ചെയ്യുന്ന ദിവസങ്ങളിൽ എനിക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ സമയം കിട്ടണമെങ്കിൽ രാവിലത്തെ ടൈമിന് എനിക്ക് പറ്റുള്ളൂ. മക്കൾ ക്ലാസ് വിട്ട് വരണേ മുൻപ് അതെല്ലാം തീർക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനപ്പോൾ ചിലപ്പോൾ തുടക്കൽ സ്കിപ്പ് ചെയ്യും. വീഡിയോ അങ്ങനെ ചെയ്യാത്ത ദിവസം, എഡിറ്റിംഗ് ഒന്നും ചെയ്യാത്ത ദിവസമാണ് ഞാൻ സാധാരണ തുടക്കുക. അപ്പോൾ അതിന് ഇന്ന ദിവസമൊന്നുമില്ല, ഫ്രീ ഉള്ള ദിവസം ഏതാണോ അന്ന് തുടയ്ക്കും. അപ്പോൾ എന്തായാലും അന്നത്തെ ദിവസം എനിക്ക് വേറെ തിരക്കുകളില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ വേഗം തന്നെ തുടയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന മോപ്പ് ആദ്യം ഞാൻ ഉപയോഗിച്ചിരുന്നത് സ്പിൻ മോപ്പ് എന്ന് പറഞ്ഞിട്ട് മോപ്പാണ്. അതായത് ഇങ്ങനെ വട്ടത്തിൽ കറക്കുമ്പോൾ ഇങ്ങനെ തിരിയണ മോഡലൊരു മോപ്പില്ലേ, ഒരു ബക്കറ്റിൽ വെച്ചിട്ട് ആ ഒരു മോഡൽ മോപ്പായിരുന്നു. ഞാൻ കുറേ നാൾ ഉപയോഗിച്ചു. അതൊരു 5 വർഷം എന്തോ ഉപയോഗിച്ചു. പക്ഷേ അതിന് ശേഷം അതിൻ്റെ മോപ്പിൻ്റെ ഇത് കേടായതോടുകൂടി പിന്നെ ഞാനത് ഉപയോഗിക്കാണ്ടായി. പിന്നെ ഞാൻ ഈ ഒരു നോർമൽ മോഡലാണ് ഉപയോഗിക്കുന്നത്. പിന്നെ വേറെ ഒരു മോഡലും എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ ഇനി ഉപയോഗിക്കുന്ന സമയത്ത് പറയാം അതിൻ്റെ ഗുണവും ദോഷമൊക്കെ. അപ്പോൾ ഞാൻ എന്തായാലും ലിവിങ് ഏരിയ എല്ലാം തുടച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ലിവിങ് ഏരിയയിൽ അതുപോലെ ഡൈനിങ് ഏരിയയിൽ ഇപ്പോൾ ഒരുപാട് ഡെക്കറേഷൻസും കുറേ കുഷൻ കവേഴ്സ് അതൊന്നും ഇപ്പോൾ വെച്ചിട്ടില്ല കേട്ടോ. കാരണം ക്രിസ്മസ് ആയിട്ട് നമ്മൾ കുറേ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ എടുത്ത് മാറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു മാസം ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കട്ടെ. ഇനി എന്തെങ്കിലും വേറെ സെലിബ്രേഷൻ വരുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടിയൊക്കെ ഡെക്കറേറ്റ് ചെയ്യാം. കാരണം നമ്മൾ ഡെക്കറേഷൻസും അതുപോലെ കുഷൻ കവേഴ്സും കുഷനൊക്കെ വെച്ച് കഴിയുമ്പോൾ ഒരു കുഴപ്പം അത് ഒതുക്കണം, നമ്മൾ വൃത്തിയായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ചില സമയത്ത് നമ്മൾ ഈ മാസമൊക്കെ ആണെങ്കിൽ എനിക്ക് കുറേ ഫംഗ്ഷൻസും അതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഒതുക്കാനും മെയിൻറ്റെയിൻ ചെയ്യാനൊന്നും ഞാൻ വിചാരിച്ച സമയം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെയുള്ള കുറേ ഐറ്റംസൊക്കെ എടുത്ത് മാറ്റി. ക്ലീനിങ്ങിന് സമയം നമുക്ക് ലാഭിക്കണമെങ്കിൽ ഏറ്റവും നല്ലത് വീട്ടിലുള്ള ഐറ്റംസ് പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒതുക്കാനും കുറവായിരിക്കും, ക്ലീനിങ് ചെയ്യാനും സമയം കുറവ് മതി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറേ ഐറ്റംസൊക്കെ എടുത്ത് ക്രിസ്മസ് കഴിഞ്ഞപ്പോൾ എല്ലാം മാറ്റിയിട്ട് പിന്നെ ഞാൻ ഒന്നും ചെയ്യാത്തതിൻ്റെ കാരണം എൻ്റെ ഒതുക്കലും ക്ലീനിങ്ങും ഈസി ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തുടയ്ക്കുന്ന സമയത്ത് ഞാൻ ഉപയോഗിക്കുന്ന സൊല്യൂഷൻസ് പലതരം ഉപയോഗിക്കാറുണ്ട്. പുൽത്തൈൽ ഉപയോഗിക്കാറുണ്ട്, ചില പൂക്കളുടെ സ്മെല്ലുള്ള സൊല്യൂഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഡെറ്റോളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറി മാറി ഉപയോഗിക്കും. എനിക്കിങ്ങനെ സ്ഥിരമായിട്ട് ഒരേ ഒരു ഇത് എനിക്കിഷ്ടമല്ല. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു രീതിയിൽ മാറ്റങ്ങൾ എനിക്കിഷ്ടമാണ്. അപ്പോൾ ഒരു ഫ്രഷ് ഫീലാണ് നമുക്ക് കിട്ടണം. അല്ലാതെ എന്നും ഒരുപോലെ ആകുമ്പോൾ ഭയങ്കര ബോറിംഗ് ആയിട്ട് എനിക്ക് തോന്നും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ മാറ്റി മാറ്റി സ്മെല്ലുകളൊക്കെ ഒന്ന് മാറ്റും. അപ്പോൾ നല്ലൊരു വീട്ടിലുള്ളവർക്കും വരുമ്പോൾ കയറുമ്പോൾ തന്നെ നല്ലൊരു
സ്മെല്ലൊക്കെ ഫീൽ ചെയ്യും. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ ബെഡ്റൂമും കൂടി തുടച്ചിടാണ്. ഇനി ബെഡ്റൂമും ഉണ്ട്, മക്കളുടെ റൂമും കൂടി നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ റൂമിൻ്റെ ക്ലീനിങ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പം എനിക്ക് ബെഡ്ഷീറ്റൊക്കെ കൂടുതൽ ഇഷ്ടം ഇങ്ങനെ ലൈറ്റ് കളറാട്ടോ. റൂമിൽ നല്ലൊരു വെളിച്ചം തോന്നും. അപ്പോൾ ദേശയുടെ റോസിൻ്റെ റൂമും കൂടിയാണ് ഈ തുടയ്ക്കാനുള്ളത്. പിന്നെ ഒരു റൂമും കൂടി എൻ്റെ അപ്പച്ചനും അമ്മച്ചിയുടെ റൂമും കൂടി നമുക്ക് അടിച്ച് തുടയ്ക്കാനായിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഞാനത് ചെയ്യാറില്ല രാവിലെ സാധാരണ. എന്താണെന്ന് വെച്ചാൽ അമ്മച്ചി ചിലപ്പോൾ എടുക്കായിരിക്കും റൂമിൽ. അപ്പോൾ പിന്നെ ഞാൻ അവിടെ പോയി ഡിസ്റ്റർബ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ ചിലപ്പോൾ വൈകിട്ടൊക്കെ ആയിരിക്കും, ഒരു 4 മണി കഴിഞ്ഞിട്ടായിരിക്കും ആ റൂം വൃത്തിയാക്കുക. അപ്പോൾ രാവിലെ തന്നെ ക്ലീനിങ് റുട്ടീനിൽ ഇത്രയും റൂമുകളാണ് ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നത്. ഇനി ഞാൻ സമയമുണ്ടെങ്കിൽ ആ ദിവസം ഈ ഒരു ഗ്ലാസ് ക്ലീനർ ഉപയോഗിച്ചിട്ട് എല്ലാ മിററുകളും വൈപ്പ് ചെയ്തിടാണ്. ഇത് ആഴ്ചയിൽ ഒരിക്കലേ ചെയ്യാറുള്ളൂ. ഇതുപോലെ ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ടൊന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അഴുക്കും കാര്യമില്ലാതെ നല്ല ക്ലീൻ ആയിട്ടിരിക്കും. ഡൈനിങ് ടേബിൾ ഡെയിലി തുടയ്ക്കുന്നതാണ്. ഗ്ലാസിൻ്റെ ടേബിൾ ആയതുകൊണ്ട് ഷീറ്റ് വിരിക്കാത്ത സമയത്ത് ഡെയിലി തുടയ്ക്കും. ഷീറ്റ് ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും തുടയ്ക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ ടീപ്പോയും ഞാൻ ഷീറ്റ് വിരിച്ചിട്ടില്ലെങ്കിൽ ഡെയിലി അതും വൈപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഡെയിലി ഈ ഒരു ഡൈനിങ് ഏരിയ അതിലും ടീപ്പോയൊക്കെ നമ്മൾ എപ്പോഴും ഐറ്റംസ് കൊണ്ടുവയ്ക്കുന്ന ഒരു സ്ഥലമാണ്. ഞങ്ങൾ പണ്ടൊക്കെ ആദ്യമൊക്കെ എന്ത് കിട്ടിയാലും ഈ ടേബിൾ കൊണ്ട് വെക്കുമായിരുന്നു. പക്ഷെ ഇപ്പം നമ്മൾ ഡെയിലി പ്രോപ്പറായിട്ട് വൃത്തിയാക്കണോണ്ടും എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് ടേബിൾ മാരൊന്നും കൊണ്ട് വെക്കരുത്. അതുകൊണ്ട് കുറേ നാളായിട്ട് ഒരുവിധം നീറ്റായിട്ടാണ് ടേബിൾ എപ്പോഴും കിടക്കാറുള്ളത്. ഇനി ലാസ്റ്റ് ഞാൻ എൻ്റെ വർക്കിംഗ് സ്പേസും കൂടി ഒന്ന് വൈപ്പ് ചെയ്ത് വൃത്തിയാക്കിയിടാണ്. അങ്ങനെ നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയി, വീട് നല്ല വൃത്തിയായി. അപ്പോൾ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആയി. ഒരു ദിവസം അങ്ങനെ വീട് വൃത്തിയാക്കി എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു നല്ല സ്മെല്ലൊക്കെ വരുമ്പോൾ നല്ലൊരു വൈബാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനിങ്ങനെ പോയി അവിടെയൊക്കെ കണ്ട് ആസ്വദിക്കും. നല്ല ഭംഗിയുണ്ടല്ലോ വീടൊക്കെ കാണാമെന്ന്. നമ്മൾ വീടിനെ സ്നേഹിക്കുന്ന പോലെ ഇരിക്കും നമ്മൾ വീടിനെ കെയർ ചെയ്യണതൊക്കെ കേട്ടോ. എത്ര പഴയ വീടായാലും നമ്മുടെ വീട് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, നമ്മൾ വീടിനെ കെയർ ചെയ്യുമ്പോൾ ആ ഒരു ഭംഗി നമ്മുടെ വീടിന് തോന്നും. നമുക്ക് അവിടെ ഇരിക്കാൻ തന്നെ തോന്നും കേട്ടോ. അപ്പോൾ തുണികളെല്ലാം വാഷ് ചെയ്തെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. സമയം കുറച്ച് അധികമായി വാഷ് ചെയ്തെല്ലാം ഇരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും എല്ലാം തന്നെ തുണികളൊക്കെ ഇട്ട് കഴിയണോടുകൂടി എൻ്റെ ക്ലീനിങ് പണികളെല്ലാം തന്നെ കംപ്ലീറ്റ് ആയി. അപ്പോൾ സാധാരണ എൻ്റെ ഒരു ക്ലീനിങ് റുട്ടീൻ എന്ന് പറയുന്നത് ഒരു അരമണിക്കൂർ സമയമാണ് എടുക്കുക. പിന്നെ തുണികളെല്ലാം ഇട്ടൊക്കെ വരുമ്പോഴേക്കും ഒരു 15 മിനിറ്റ് തുണികളൊക്കെ ഇട്ട് വരാൻ ഒക്കെ എടുക്കും. അപ്പോൾ അങ്ങനെ ഒരു 45 മിനിറ്റാണ് ക്ലീനിങ് എന്ന് പറഞ്ഞിട്ട് ഞാൻ മാറ്റി വയ്ക്കാറുള്ളത്. വീട് ഫുള്ള് തുടക്കുകയൊക്കെ ആണെങ്കിലാണ് ഈ ഒരു 1.5 മണിക്കൂർ സമയം എടുത്തിട്ട് മുഴുവനായിട്ടും പണികളൊക്കെ ചെയ്ത് തീർക്കാം. അപ്പോൾ ഇത്രത്തോളം പണികളാണ് ഇന്നത്തെ ദിവസം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും ഇതുപോലെ ഡെയിലി നിങ്ങളുടെ വീടൊന്ന് ഭംഗിയാക്കി എടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളിതുപോലെയൊക്കെ ട്രൈ ചെയ്തിട്ട് എന്നോട് കമൻസിൽ പറയണം. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.